അപ്പോൾ ഇനി ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കണ്ട കേട്ടോ. ഭക്ഷണമൊക്കെ കഴിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചേട്ടനെ അറിയിക്കണം കേട്ടോ. അമ്മയാണ് ഞങ്ങളെ ജോലിക്ക് വിട്ട് വളർത്തുന്നത്. ഞങ്ങൾക്ക് ബുക്ക് ഒരു മാമനാണ് കൊണ്ടു തന്നത്. ഞങ്ങൾക്ക് പഠിക്കാൻ ബുക്കൊന്നും ഇല്ലായിരുന്നു. പഠിക്കാൻ ബുക്കൊന്നും ഇല്ലായിരുന്നോ? ഇല്ല. മോൻ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ലൂതറൻ ഹയർ സെക്കൻഡറി സ്കൂൾ. മക്കൾക്ക് ഭക്ഷണം ഇല്ലാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. ഇവിടെ എപ്പോഴും ഭക്ഷണമൊന്നും ഉണ്ടാക്കത്തില്ലേ? മെസ്സേജിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ശരിയാണോ? അമ്മ അത്രയും ബുദ്ധിമുട്ടിലായിരുന്നോ? ഭക്ഷണം കഴിക്കാത്ത ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്. അതുകൊണ്ടാണോ ചേട്ടനെ അത് അറിയിച്ചത്? ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിൽ ഗുരുപുരം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ്. ഈ ഒരു ചേച്ചിയുടെയും മക്കളുടെയും ജീവിതത്തിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേരെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അത് ഈ ഒരു കുടുംബത്തിന് വേണ്ടി ഉണ്ടാകണം. ഈ ചേച്ചിക്ക് മക്കളും ഈ മക്കൾക്ക് ചേച്ചിയും മാത്രമേ ഉള്ളൂ. ചേച്ചിക്ക് അമ്മ അച്ഛൻ സുഖമില്ലാത്തതാണ്. അപ്പോൾ അങ്ങനൊരു സാഹചര്യത്തിലാണ് ഈ ഒരു വാടക വീട്ടിൽ ഇവർ കഴിയുന്നത്. ഇവിടെ ഒരു 10-14 ഫാമിലികളുണ്ട്. നിരനിരയായിട്ട് അവർ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. ഇവിടുത്തെ വാടക എത്ര ചേച്ചി വരുന്നത്? 5000 രൂപയാണ്. അപ്പം ചേച്ചിക്ക് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ജോലി പോലും പോയിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഈ മക്കളെ കൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ള അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയക്കുന്നത്. ഭക്ഷണം പോലും ഇല്ലാത്ത സാഹചര്യം ഉണ്ടായെന്ന് പറഞ്ഞു. ശരിയാണോ എന്നോട് പറയുന്നത്? ശരിയാണ്.